ഇന്ന് നമുക്ക് കറിക്കൊക്കെ നല്ല രുചിയും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മസാല പൗഡറാണ് കേട്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങണതിനെക്കാട്ടി നല്ല മണം ഉണ്ടാവും. ഇതുകൊണ്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. ചിക്കൻ ആയാലും മട്ടൻ ആയാലും ബീഫ് ആയാലും മസാലക്കറിക്കായാലും എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മസാലയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിതാ ഈ സ്പൂണിനാണ് അളവ് എല്ലാം എടുക്കുന്നത്. ഇത് ടേബിൾ സ്പൂണാണ്. 4 ടേബിൾ സ്പൂണ് മുഴുവനായിട്ടുള്ള മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മൾ ഏലക്ക എടുത്തിട്ടുണ്ട്, പച്ച ഏലക്ക. അതായത് 2 തുണ്ട് പട്ട എടുത്തിട്ടുണ്ട്, 2 തക്കോല എടുത്തിട്ടുണ്ട്, ഇതൊരു ജാതിപത്രി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തുണ്ട് ജാതിക്കേൻ്റെ തുണ്ടാണ്, ചെറിയൊരു തുണ്ടുമായി ജാതിക്ക കേട്ടോ. പിന്നെ 2 കറുത്ത ഏലക്കായ എടുത്തിട്ടുണ്ട്, ഒരു 3/4 ടേബിൾ സ്പൂണ് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇതിലെ അളവിൽ കൂടി പോകരുത്. ഇനി ബാക്കിയൊക്കെ ഞാൻ ചേർത്തുന്നതിനനുസരിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. നമ്മളിതൊന്ന് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷം നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ച എല്ലാ സ്പൈസസും ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. അതിലേക്ക് ഞാനൊരു ബേ ലീഫും പൊട്ടിച്ചിടുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ. ഒരുപാട് കൂട്ടുകാർ ചോദിച്ചതാണ് ചിക്കൻ മസാലയുടെയും മീറ്റ് മസാലയുടെയൊക്കെ റെസിപ്പി ഇടുമെന്നുള്ളത്. എനിക്കിടാൻ പറ്റാണ്ടായിരുന്നു കേട്ടോ. വേറെ കുറേ ഓരോരോ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു. ഒരുപാട് വറന്നിട്ട് കരിഞ്ഞു പോകരുത്. ഇപ്പോൾ ഇതാ നല്ല വണ്ണം അതിൻ്റെ ഫ്ലേവറൊക്കെ വന്ന് നമ്മൾ പൊട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂണ് വലിയ ജീരകം, 1 ടേബിൾ സ്പൂണ് കുരുമുളക്, 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടേബിൾ സ്പൂണ് കൽപ്പാസി പറയും. അത് സ്റ്റോൺ ഫ്ലവർ എന്ന് പറയും. ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചട്ടിയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ചൂടായി കിടക്കുന്ന ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറന്ന് കിട്ടും കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് എല്ലാം ഒന്ന് വറുത്തെടുക്കേണ്ടത്. ഞാൻ എടുത്ത എല്ലാ സാധനവും നല്ലവണ്ണം കഴുകി ഉണക്കിയതിന് ശേഷമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലൊരു ഫ്ലേവർ വരും. ഇത് പൊട്ടി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ വറുത്തുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും കേട്ടോ. പിന്നെ ആയിരിക്കും ഞാൻ നല്ലൊരു കളറുണ്ടാവുമല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ, അങ്ങനെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5-6 കാശ്മീരി മുളകാണിത്. അത് എടുത്തിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടത്, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട്. നമ്മളിനി കടയിൽ നിന്നൊന്നും ചിക്കൻ മസാല ആയാലും മീറ്റ് മസാല ആയാലും ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇതന്നെ എല്ലാതും വെക്കാനും പറ്റും. ബീഫിനായാലും ചിക്കനായാലും മട്ടനായാലും. ഇനി നിങ്ങൾ വെജിറ്റേറിയൻ മസാലക്കറിക്കായാലും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മസാല തന്നെയാണ്. അപ്പോൾ ആ മുളകും നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും കരിഞ്ഞ് പോകരുത് കേട്ടോ. ഒക്കെ നല്ലപോലെ വറന്ന് കിട്ടണം, പക്ഷേ കരിയരുത്. കരിഞ്ഞാൽ തന്നെ നമ്മുടെ മസാലൻ്റെ ചുവയ മാറിപ്പോകും, പിന്നെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇത് ഒരു ലൈറ്റ് ചൂടോട് കൂടിയിട്ട് നമ്മുടെ പൊടിക്കണ ജാറുണ്ട്, ചെറിയ ജാറ്, അതിലിട്ട് എല്ലാതും പാടെ ഇട്ടിട്ട് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഒരു ചെറിയൊരു തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചിട്ട് നിങ്ങളിത് നല്ലൊരു എയർ ടൈറ്റായിട്ടുള്ള ഒരു കുപ്പിയിൽ വെള്ളത്തിൻ്റെ ജലാംശമൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം അടച്ചിട്ട് നിങ്ങൾ എടുത്ത് വെച്ചാൽ ഒരുപാട് നാൾ കേടുകൂടാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 മാസം വരെ പുറത്ത് തന്നെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാം എന്നെ കൊണ്ട്